ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുദ്രകളുടെ ഒരു ക്ലാസ് കഴിഞ്ഞ ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ മുദ്രകളുടെ ഒരു വീഡിയോ ആണ് കേട്ടോ. മുദ്രകളുടെ രണ്ടാമത്തേത് ഇരട്ടക്കൈ മുദ്ര അഥവാ സംയുക്ത ഹസ്തമുദ്ര. എന്താണ് സംയുക്ത ഹസ്തമുദ്ര? അപ്പം ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് മീനിങ് സഹിതം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. നമുക്ക് എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഭരതനാട്യം, ക്ലാസിക്കൽ ഡാൻസ് എല്ലാം. എന്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ കിട്ടുന്നേ ഉള്ളൂ. ആരും ബാക്കിലോട്ട് നിൽക്കേണ്ട. ഇഷ്ടമുള്ളവർ എല്ലാവരും ജോയിൻ ചെയ്യുക. യൂട്യൂബിൽ ഒരുപാട് ഡാൻസിൻ്റെ വീഡിയോസ് ഉണ്ട്. എല്ലാവരും എല്ലാ വീഡിയോസും കാണുക. എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക, കൂട്ടത്തിനെയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക. അപ്പോൾ ഇന്നത്തെ മുദ്രകളുടെ ക്ലാസ്സിലേക്ക് നമുക്ക് പോയാൽ അപ്പോൾ നമുക്ക് സംയുക്ത ഹസ്തമുദ്രകൾ എങ്ങനെ പഠിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് കൈകൾ രണ്ടും ചേർത്ത് പിടിക്കുക. ഈ മുദ്രയെ പറയുന്ന പേരാണ് അഞ്ജലി. മീനിങ് എന്താണെന്ന് വെച്ചാൽ നമസ്കാരം. അപ്പോൾ എല്ലാവരും നമസ്കരിക്കുകയും അല്ലെങ്കിൽ പ്രേ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന മുദ്രകളുടെ മീനിങ് അങ്ങനെയാണ് അഞ്ജലി. അടുത്തത് കപോതം. ഇത്രേ വരാവുള്ളൂ, ഇവിടെ ഗ്യാപ്പ് ഒന്നും വരരുത്. ഈ ഇങ്ങനെ കൈയെ ഇങ്ങനെ ആക്കുക, താമര മുട്ടിയിരിക്കുന്ന ആക്കുക. ഇതാണ് കപോതം. ഇത് വെച്ച് പീജിയൻ മീനിങ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തത് കർക്കടം. ഇങ്ങനെ പോകരുത്, ഇത്രേ ഉള്ളൂ. കർക്കടം കണ്ടോ? ക്രാബ്, ഇതിൻ്റെ മീനിങ് ക്രാബ് എന്നാണ്. കർക്കടം. അടുത്തത് സ്വസ്തികം. സ്വസ്തികം എന്ന് വെച്ചാൽ ക്രോസ് ആയിട്ട് നിൽക്കുന്നത്, ക്രോസ്ഡ് ആണെന്നാണ് എൻ്റെ മീനിങ്. അടുത്തത് ഡോളാഹസ്തം. ഡോളാഹസ്തം എന്ന് പറഞ്ഞാൽ കാഷ്വലായിട്ട് ഹാൻഡ് ഇങ്ങനെ താഴ്ത്തിടുക, ഡോളാഹസ്തം. അടുത്തത് പുഷ്പപുടം. പുഷ്പപുടം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഫ്ലവേഴ്സിനെ നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതിനാണ് പുഷ്പപുടം എന്ന് പറയുന്നത്. അടുത്തത് ഉത്സംഗം. ഉത്സംഗം, ഹഗ് അങ്ങനെയൊക്കെ പറയും. ഉത്സംഗം അതിന് രണ്ടെണ്ണം ഉണ്ട്. ഉത്സംഗം ഇങ്ങനെയും ക്രോസ് ചെയ്ത് വയ്ക്കാം. ഉത്സംഗം, ഉത്സംഗം. അടുത്തത് ശിവലിംഗം. ശിവലിംഗം അറിയാമല്ലോ. ശിവലിംഗം ഇതിനെ ഒക്കെ നമ്മൾ ശിവൻ്റെ ഡാൻസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ശിവൻ്റെ പാട്ടിനകത്ത് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു മുദ്രയാണ് ശിവലിംഗം. ഓക്കെ, അടുത്തത് ഘടകാവർത്തനം. നമ്മൾ ഘടകാമുഖം ആദ്യത്തെ മുദ്രയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ട് കൈയിലായിട്ട് ഘടകാവർത്തനം പഠിച്ചു. ഘടകാവർത്തനം ഞാൻ പിടിച്ചിരിക്കുന്നത് കണ്ടോ? ആ മുദ്രകൾ നല്ല ഷാർപ്പായിട്ട് വിരലുകൾ കണ്ടോ? ഇതാണ് ഘടകാവർത്തനം. അടുത്തത് കർത്തരി സ്വസ്തികം. കർത്തരി സ്വസ്തികം എന്ന് വെച്ചാൽ ക്രോസ്ഡ് സിസേഴ്സ് എന്നൊക്കെ പറയും. അതിൻ്റെ മീനിങ് അതാണ് കർത്തരി സ്വസ്തികം. അടുത്തത് ശകടം. ശകടം എന്ന് പറഞ്ഞാൽ നമുക്ക് രാക്ഷസരുടെയൊക്കെ പല്ലിനെ, അസുരന്മാരുടെയൊക്കെ പല്ലിനെയാണ് നമ്മളിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ശകടം എടുക്കുമ്പോൾ അങ്ങനെ ഒരു എക്സ്പ്രഷൻ തന്നെയാണ് ശകടം. കൈ മുദ്ര അറിയാമല്ലോ, ഇങ്ങനെ പിടിച്ച് ശകടം. അടുത്തത് ശംഖ്. എങ്ങനെ? ഈ തള്ളവിരൽ, ഇടത്തെ കൈയുടെ ഈ തള്ളവിരൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക. ശംഖ്. ഭഗവാൻ നാരായണൻ്റെ ചക്രം. ഇങ്ങനെ ചക്രം കണ്ടോ? ഇടത്തെ കൈയുടെ മുകളിലായിട്ട് വലത്തെ കൈ ഇങ്ങനെ പിടിക്കുക. ചക്രം. ഭഗവാൻ നാരായണൻ്റെ ചക്രം അല്ലേ? വിഷ്ണു ഭഗവാന്റെ വീൽ. ആ ഭഗവാന്റെ ആ ഒരു ആയുധത്തിനെ ചക്രം എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതിനെയാണ് ചക്രം എന്ന് പറയുന്നത്. ചക്രം. അടുത്തത് സമ്പുടം. സമ്പുടം എന്ന് പറഞ്ഞാൽ കെയർഫുള്ളി. സമ്പുടം. അടുത്ത പാശം. കീലകം എടുക്കുമ്പോൾ ഈ രണ്ട് വിരൽ കണ്ടോ പിടിച്ചിരിക്കുന്നുണ്ടോ? ഇങ്ങനെ വേണം പിടിക്കാൻ. ഇടത്തെ കൈയിലായിട്ട് താഴെയായിട്ട് വലത്തെ കൈയും കൂടെ ചേർത്ത് എടുക്കുമ്പോൾ മത്സ്യം എങ്ങനെ പിടിക്കണ്ടേ? ഇടത്തെ കൈയുടെ മുകൾ ഭാഗത്തായിട്ട് വലത്തെ കൈ വെക്കുക. അതിനുശേഷം രണ്ട് സൈഡിലെയും ആ തള്ള വിരൽ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കുക. മത്സ്യം ചിറകുകൊണ്ട് നീന്തുന്ന പോലെ. ഇത് മത്സ്യം. അടുത്തത് കൂർമ്മം. നമ്മൾ മൃഗശീർഷം പിടിച്ച മുദ്രയാണ്. അതിങ്ങനെ പിടിക്കുക. കൂർമ്മമൂർത്തി അറിയാമല്ലോ. കൂർമ്മം അതായത് ആമയുടെ ഷേപ്പ് കാണിക്കാനൊക്കെ നമ്മൾ ഈ ഒരു മുദ്രയാണ് ഉപയോഗിക്കുന്നത്. മത്സ്യം, കൂർമ്മം. അടുത്തത് വരാഹം. ഇങ്ങനെ കൊടുക്കുക. കണ്ടോ? ഇടത്തേക്കയുടെ മുകളിലായിട്ട് വലത്തേക്ക് താഴ്ത്തി കൊടുക്കുക. വരാഹം. അടുത്തത് ഗരുഡം പിടിക്കുമ്പോൾ ആദ്യം ഈ ഇടത്തെ കൈയും വലത്തെ കൈയും ക്രോസ് ചെയ്ത് വയ്ക്കുക. ഇങ്ങനെ ക്രോസ് ചെയ്ത് വയ്ക്കുക. കണ്ടോ? എന്നിട്ട് ഇതിൻ്റെ രണ്ട് തള്ളർ വിരലും കൂടെ ജോയിൻറ്റ് ചെയ്യുക. അതിനുശേഷം ഈ വിരൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് പറന്ന് കാണിക്കുക. നമുക്ക് പക്ഷികളെ, പരുന്തിനെ, എല്ലാ ബേർഡ്സിനെയും നമ്മൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു മുദ്രകളാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഗരുഡം പഠിച്ചു. അടുത്തത് നാഗബന്ധം. നമ്മൾ സർപ്പശിരസിന് കൈ പിടിച്ചതുപോലെ നാഗബന്ധം, ആ സെയിം കൈ. നാഗബന്ധം ചുരുണ്ട പാമ്പിൻ്റെയൊക്കെ ഒക്കെ നമുക്ക് മീനിങ്സ് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മുദ്ര ഉപയോഗിക്കാം. നാഗബന്ധം. അടുത്തത് കഡ്വ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ ഈ രണ്ട് വിരലും ഇങ്ങനെ പിടിക്കാം. അതിനുശേഷം ഈ കൈകളുകൊണ്ട് ഇങ്ങനെ കണ്ടോ? മൃഗശീർഷം നമ്മൾ പിടിച്ച് ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കട്ടിൽ, ബെഡ്, അതിനൊക്കെയാണ് നമ്മൾ കഡ്വ എന്ന് പറഞ്ഞ മുദ്ര ഉപയോഗിക്കുന്നത്. അടുത്തത് പേരുണ്ടം. നമ്മൾ മുമ്പ് കവിത്വം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ പേരുണ്ടം ക്രോസ് ചെയ്ത് വയ്ക്കുക. കണ്ടോ? പേരുണ്ടം. പക്ഷി, ബേർഡ്, അതിനൊക്കെ നമുക്ക് ഈ ഒരു പേരുണ്ടം മുദ്രയാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് അവഹിസ്തം. നമ്മൾ അലപത്മം പഠിച്ചതിന് ജസ്റ്റ് താഴോട്ട്
അവഹിസ്തം. അപ്പോൾ ഈ വീഡിയോ സംയുക്ത ഹസ്തമുദ്ര അല്ലെങ്കിൽ ഇരട്ടക്കൈ മുദ്ര നമുക്കൊന്നും കൂടെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ. അപ്പോൾ ആദ്യം അഞ്ജലി, കപോതം, കർക്കടം, സ്വസ്തികം, ധോളാഹസ്തം, പുഷ്പപുടം, ഉത്സംഗം, ഉത്സംഗം, ശിവലിംഗം, കടകാവർത്തനം, കർത്തരി സ്വസ്തികം, ശകടം, ശംഖ്, ചക്രം, സംപുടം, പാശം, കീലകം, മത്സ്യം, കൂർമ്മം, വരാഹം, ഗരുഡം, നാഗബന്ധം, കഡ്വ, പേരുണ്ടം, അവഹിസ്തം. അപ്പോൾ ഇത്രയാണ് ഇരട്ടക്കൈ മുദ്ര അല്ലെങ്കിൽ സംയുക്ത ഹസ്തമുദ്രകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള അടുത്ത വീഡിയോയിൽ നമ്മൾ ആദ്യം ചെയ്ത ഒറ്റക്കൈ മുദ്ര അല്ലെങ്കിൽ അസംയുക്ത ഹസ്തമുദ്രയും രണ്ടാമത്തെ ഇപ്പോഴത്തെ വീഡിയോയിൽ ചെയ്ത സംയുക്ത ഹസ്തമുദ്ര അഥവാ ഇരട്ടക്കൈ മുദ്രയുടെ വീഡിയോയുടെ ശ്ലോകങ്ങളാണ് അടുത്ത എപ്പിസോഡിൽ, അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ സാധാ മുദ്രകൾ പറഞ്ഞപ്പോൾ അത് ശ്ലോകമായിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ ആ ശ്ലോകത്തിൻ്റെ വീഡിയോ ആണ് അടുത്ത ഒരു ക്ലാസ്സിൽ ഞാൻ ഇടുന്നത്. അപ്പോൾ ഓരോരുത്തരും ആ ഒരു വീഡിയോ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നല്ലതുപോലെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഞാൻ മുദ്രകൾ തൊട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇനി പതുക്കെ പതുക്കെ തട്ടടവ്, നാട്ടടവ് അതൊക്കെ നമുക്ക് പതുക്കെ പയ്യെ പഠിക്കാം. അപ്പോൾ എല്ലാവരും ഇത് കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്താൽ എല്ലാവർക്കും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക നന്നായിട്ട്. വീട്ടമ്മമാരെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ വീഡിയോയിൽ. എല്ലാവർക്കും നമസ്തേ.